നമസ്കാരം. ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ ലഹരിയുടെ പിടിയിലാണ്. കൊല്ലും കൊലയും മാത്രം കണ്ടും കേട്ട് മനസ്സ് മരവിച്ചു. കേരളത്തിനെതിരെ ഏതോ അജ്ഞാത ശക്തി പ്രവർത്തിക്കുന്നു. മയക്കുമരുന്ന് പിടിച്ചു, ലഹരിയിൽ അക്രമങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വാർത്തകളാണ് ദിനംപ്രതി നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. നമ്മുടെ യുവത്വത്തെ, ഭാവി തലമുറകളാകേണ്ട കുട്ടികളെ കാർന്നു തിന്നുന്ന ലഹരിയും ലഹരി മാഫിയകളും. പറഞ്ഞു വന്നത് അത്തരത്തിൽ വില്ലനാകുന്ന ഒന്നിനെക്കുറിച്ചാണ്. MDMA, മയക്കുമരുന്നിന്റെ കൂട്ടത്തിലെ കേരളത്തിലെ വില്ലൻ. എന്താണ് MDMA? ഇത് ശരീരത്തിലെത്തിയാൽ എന്തൊക്കെ സംഭവിക്കും? നമുക്ക് ഒന്ന് നോക്കാം. മയക്കുമരുന്നിലെ കാളകൂട വിഷം മുൻപ് അപൂർവമെങ്കിൽ ഇപ്പോൾ സുലഭം. മണവും രുചിയും ഇല്ല. MDMA എന്നാൽ മെത്താഫെറ്റാമിൻ എന്ന ചുരുക്കപ്പേര് വിളിക്കുന്ന മയക്കുമരുന്നാണ്. ലാബുകളിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രാസവസ്തു. ഈ മെത്താഫെറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് MDMA അടങ്ങിയ പ്ലാസ്റ്റിക് ക്യാപ്സൂൾ വിഴുങ്ങിയ ചെറുപ്പക്കാരൻ മരണമടഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. മെത്താഫെറ്റാമിൻ അഥവാ MDMA നമ്മുടെ ഉള്ളിലേക്ക്, അതിപ്പോൾ ആമാശയത്തിലൂടെ എത്താം, അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് നമ്മുടെ കണ്ണിലൂടെയോ മൂക്കിലൂടെയോ ശരീരത്തിൽ ചെന്നാൽ പെട്ടെന്ന് രക്തത്തിൽ കലരും. പിന്നീട് ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോണായ സെറോട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കും. ഭയങ്കരമായ ഉന്മാദാവസ്ഥ, അമിതമായ സന്തോഷം, ഉന്മേഷമൊക്കെ ഫീൽ ചെയ്യും. ശരീരത്തിനുള്ളിലെ മസിലുകളെ വലിഞ്ഞു മുറുക്കുന്നു. അതുകൊണ്ട് തന്നെ 80 മുതലുള്ള കാലഘട്ടത്തിൽ ഡാൻസിംഗ് ക്ലബ്ബുകളിൽ MDMA പോലുള്ളവ ഉപയോഗിച്ചു വരുന്നു. എന്താണ് ഇതിൻ്റെ അപകടം? ഉന്മാദാവസ്ഥയിൽ എത്തുമെങ്കിലും അരമണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ കഴിയുമ്പോൾ ശരീരം ഇതിനെ നിർവീര്യമാക്കാനുള്ള ശ്രമം തുടങ്ങും. അപ്പോഴാണ് അപകടം പതുങ്ങിയിരിക്കുന്നത്. നമ്മുടെ ശരീരവും മനസ്സും വലിയ ഡിപ്രഷനിലേക്ക് പോകും. കടുത്ത ഡിപ്രഷൻ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് വരെ നയിച്ചേക്കാം. MDMA ഉപയോഗിക്കുന്ന സമയത്ത് സന്തോഷം മാത്രമല്ല, വലിയ തരത്തിലുള്ള സങ്കടവും എമ്പതിയും ഒക്കെ ഉണ്ടാകാം. MDMA ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദേഷ്യം വന്നാലോ പിന്നെ പറയുകയല്ല, പ്രവൃത്തിയാകും. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് വെട്ടും കുത്തും കൊലപാതകത്തിലേക്കുമൊക്കെ ഇത്തരക്കാരെ നയിക്കുന്നത്. MDMA അമിതമായി ശരീരത്തിലെത്തിയാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കും. രക്തസമ്മർദ്ദം വല്ലാതെ ഉയരും. ഇനി സോഡിയം വല്ലാതെ കുറഞ്ഞാലോ ഹൈപ്പോനാട്രീമിയ എന്ന അവസ്ഥയിലേക്ക് വരെ എത്താം. ഇത് വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിക്കും. MDMA എന്ന രാസവസ്തുവിനെ ചെറുക്കാൻ മറുമരുന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിർവീര്യമാക്കുക അത്ര എളുപ്പവുമല്ല. MDMAയിൽ നിന്നും കഴിയുന്നത്ര അകന്നു നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലാലേട്ടൻ പറഞ്ഞു വെച്ചതുപോലെ, നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. കേരളം ശവപ്പറമ്പാകാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, പ്രതിജ്ഞയെടുക്കാം. സേ നോ ടു ഡ്രഗ്സ്.